പത്രങ്ങൾ കാട്ടിയ ഒരു തെണ്ടിത്തരത്തിന്റെ ബാക്കി പത്രം ശരിയോ വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടാലോ? മലയാളികൾ നിഷ്കളങ്കരാണ്. നിങ്ങൾ എന്തു പറയുന്നോ അത് അവർ വിശ്വസിക്കുന്നു. അവർ നിങ്ങളിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു. അത് വിദ്യാസമ്പന്നരാണെന്നോ അല്ലാത്തവരോ ഒന്നുമില്ല. എല്ലാവരും അത് നിങ്ങളിലാണ് വിശ്വാസം അർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പറയുന്ന കള്ളത്തരങ്ങളെല്ലാം വിശ്വസിച്ചു കണ്ട് ജനങ്ങൾ ഒരു പാർട്ടിയെ തന്നെ അങ്ങനെ വളർത്തിക്കൊണ്ടിരുന്നത് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് മാറി. ഈ പറഞ്ഞ കാര്യം നോട്ട് നിരോധിച്ചു, പേപ്പർ കറൻസികളോട് വിട എന്ന് പറയുന്ന ഈ കാര്യം വിശ്വസിക്കാൻ കാരണം എന്താണെന്നറിയോ? നെഞ്ചുറപ്പുള്ള ഒരു പ്രധാനമന്ത്രി ഉണ്ട്, അദ്ദേഹം ഒരുപക്ഷെ ഇത് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു വിശ്വാസം. അദ്ദേഹം ഒരുപക്ഷെ ഇതും ചെയ്യും. അത് എന്തിനു വേണ്ടി ചെയ്യുന്നു അതവർ ചിന്തിക്കുന്നില്ല. പക്ഷെ ഇതും ചെയ്യാൻ 56 ചുറ്റളവുള്ള ഒരാളുണ്ട് ഇവിടെ. അദ്ദേഹം അതും ചെയ്യും. മുത്തലാഖിൽ തൊടാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല, ആർട്ടിക്കിൾ 307 തൊടാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. എല്ലാത്തിലും കൈവച്ചു. യൂണിഫോം സിവിൽ കോഡ് വരുന്നു, ഇനി എല്ലാത്തിലും കൈവച്ച ആളാണ് അദ്ദേഹം. ഇതിലും കൈവയ്ക്കും. അതുകൊണ്ട് ഉള്ള കാശെല്ലാം കൊണ്ടുപോയി പേപ്പർ കറൻസി നിരോധിക്കാൻ പോവുകയാണ്. അതും ഫെബ്രുവരി 15 വരെ. വെറും 15 ദിവസം മാത്രമേ നമുക്കത് മാറ്റിയെടുക്കാൻ സമയം കിട്ടുള്ളൂ എന്ന് റിപ്പോർട്ടർ ടിവിയിലെ അരുൺ വരെ, ഡോക്ടർ അരുൺ, എന്തിനാണാവോ ഡോക്ടറേറ്റ് കിട്ടിയത് അറിയില്ല, എന്തായാലും അദ്ദേഹം വരെ അത് വിശ്വസിച്ചു. മോദിയോടുള്ള മോദി പേടി കാരണം അദ്ദേഹം വരെ അത് വിശ്വസിക്കുകയും അദ്ദേഹം അത് തന്റെ ചാനലിലൂടെ പുറത്തു പറയുകയും ചെയ്തു. ഇതും കേട്ടു പത്രമോ വേഗം ജ്വല്ലറിയിൽ വിട്ടു. ഇനി ഏറ്റവും നല്ലത് ഇതാണ്, സ്വർണം വാങ്ങി വെക്കാം. അത് മൂപ്പര് നിരോധിക്കും, നമുക്കൊന്ന് കാണണം. മൂപ്പര് 56 ഇഞ്ച് കൊണ്ട് അതൊന്നും സ്വർണം കൂടി ഒന്നും നിരോധിക്കട്ടെ, കാണണം. ആ പേടി കാരണം അദ്ദേഹം അവിടെ ചെന്ന് സ്വർണം വാങ്ങാൻ ശ്രമിച്ചപ്പോഴാണ് ജ്വല്ലറി ഉടമ ജ്വല്ലറിൽ അവിടുത്തെ പണിക്കാർ അദ്ദേഹത്തെ പറഞ്ഞു കാര്യം മനസ്സിലായി. ഇത്രയ്ക്ക് നിഷ്കളങ്കരാണോ മനുഷ്യർ മലയാളികൾ? 24 ജനുവരി 2050 തിങ്കളാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ന് വെള്ളിയാഴ്ചയാണ് ദിവസം. പക്ഷെ 2025 2050 കൊടുത്തിരിക്കുന്നത്. ആർക്കാ തെറ്റ് പറ്റിയെന്ന് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ തെറ്റ് നോക്കാം, നമുക്ക് ഒന്നുകൂടി നോക്കാം. തെറ്റ് പറ്റിയതല്ല, തൊട്ടപ്പുറത്തെ പേജില് എല്ലാ ഡേറ്റും കാരണം കൊടുത്തിട്ടുണ്ട്. ഇതെന്താ വെച്ചാൽ 2050 വരുമ്പോ നമ്മുടെ ലോകം എങ്ങനെയാവുന്ന അവർ കാണിച്ചു തന്നിരിക്കുകയാണ് ഇപ്പൊ തന്നെ. മനസ്സിലായോ? നിങ്ങൾക്ക് ഈ 2050 പേപ്പർ വായിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയെന്ന് പറയാം.